ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോമൻ കിഡ്സ് ബൈ രാജശ്രീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ മാണിക്യപുരം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിരിക്കുട്ടനും ഞാനും ചാരുമോളൊക്കെ ഉണ്ട്. അപ്പോൾ ചാരുമോളത് മാലക്കെട്ടിന് അതിരിക്കുട്ടൻ ചെരുപ്പ് തന്നെ ഇടാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഇതങ്ങനെയൊന്നും അല്ലടാന്ന് പറഞ്ഞിട്ട് അവന് കുറേ ഇടുന്നുണ്ട്, ഊരുണ്ട്, മാറി ഇടുന്നുണ്ട് കാലുമേ. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആരും ഇട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ അങ്ങാടിപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങാടിപ്പുറത്ത് തിരുമാന്താംകുന്ന് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ മാണിക്യപുരം ക്ഷേത്രമുള്ളത്. അയ്യപ്പ ക്ഷേത്രമാണ്. അവിടെ നിന്ന് അഖണ്ഡനാമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ അങ്ങാടിപ്പുറം പാലത്തിന് താഴെ മുതുവറ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ മതിൽക്കെട്ടാണ്, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അവിടെയൊക്കെ നല്ല ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇരിപ്പിടമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പുറത്താണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ പാലത്തിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മേൽപ്പാലാണ് മുകളിൽ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മളെ ഗതാഗതക്കുരുക്കൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലമാണ് കേട്ടോ അങ്ങാടിപ്പുറം മേൽപ്പാലം വന്നിട്ട് നമുക്ക് ട്രാഫിക് ജാമിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ നമ്മളതിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിരിക്കുട്ടൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ രാവിലെ മുതൽ പറയലിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ്. അച്ചുവാണ് വണ്ടി ഓടിക്കുന്നത്. ട്രാഫിക് ജാം കേട്ടോ. അപ്പോൾ കുറേ നേരം നമ്മൾ വഴിയരികിൽ കാത്തു നിന്നു. അപ്പോൾ നമ്മൾ തിരുമാന്താംകുന്ന് അമ്പലത്തിൻ്റെ അടുത്തെത്താനായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അമ്പലത്തിൻ്റെ പടിപ്പുരയൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാണിക്യപുരത്തിന് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള റോഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് നേരെ നമുക്ക് പട്ടാമ്പി അങ്ങോട്ടൊക്കെ ചെല്ലാൻ പറ്റിയ റോഡാണ്. ഷോർട്ട് കട്ടാണെങ്കിലും വളരെ നല്ല റോഡാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് കൂടെ സുഖമായിട്ട് പോകാതെ ആകണ്ഠനാമായതുകൊണ്ട് അവിടെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്സും അതേപോലെ പൊരി, നുറുക്ക് അങ്ങനെയുള്ള കച്ചവടമൊക്കെ ഉണ്ട്. അതാണ് ആ മെയിൻ ഗേറ്റ് കേട്ടോ, അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ്. അപ്പോൾ അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റിൽ നിറയെ വണ്ടികളായതുകൊണ്ട് ഞങ്ങൾ മാണിക്യപുരം വിഷ്ണു ക്ഷേത്രത്തിൻ്റെ കവാടത്തിലൂടെയാണ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ കണ്ട വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ നല്ലൊരു അമ്പലക്കുളമുണ്ട്. അപ്പുറം അവിടെ കാണുന്നതാണ് വിഷ്ണു ക്ഷേത്രം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ തൊഴുത്, ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് നമ്മൾ ഇങ്ങനെ ചുറ്റമ്പലമൊക്കെ ചുറ്റി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് പിന്നെ അമ്പലത്തേക്ക് പോകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാണിക്യപുരത്തെത്തി. അഖണ്ഡനാമ യജ്ഞമാണ് കേട്ടോ. അഖണ്ഡനാമ യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ കാര്യസാധ്യ പുഷ്പാഞ്ജലി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പുഷ്പാഞ്ജലികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് പുഷ്പാഞ്ജലിയൊക്കെ നടത്താവുന്നതാണ്. ഓരോ മാസമൊക്കെ നടത്താവുന്നതാണ്. ചാരുമോളിതാ അതിരിക്കുട്ടനും കൂടെ മീൻ ഈ കുളത്തിൽ, അമ്പലക്കുളമാണ്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിൽ കണ്ടോ മീനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവൻ അത് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അവന് നല്ല ഇഷ്ടമായി അഖണ്ഡനാമമൊക്കെ. അപ്പോൾ അത് ആ മീനിനെയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഡെക്കറേറ്റ് ചെയ്തിട്ട് കുരുത്തോല കൊണ്ടൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് അമ്പലം. അതുപോലെ ലൈറ്റും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനതൊക്കെ ഭയങ്കര നല്ലൊരു കാഴ്ചയായി. കുറേ നേരം അവനവിടെ കറങ്ങി ഓടിക്കളിച്ച് വെറുതെ ഓടി കളിക്കുകയാണ്. ആരും കളിക്കാൻ വേണ്ട, സ്വന്തമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ചാടി മറിഞ്ഞ് കണ്ടോ, നല്ല കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന് അതൊന്നും ഒരു പ്രശ്നമല്ല, അവൻ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ തിരുമാന്താംകുന്ന് അമ്പലത്തിൻ്റെ അതിലൂടെ ഒരു വഴിയുണ്ട്, ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പം നമ്മൾ അതിലൂടെയാണ് കേട്ടോ തിരിച്ചു പോരുന്നത്. അപ്പം അങ്ങനെ പോകുന്നു നമ്മൾ ഇമേജ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വഴിയൊക്കെ പോകുന്നു നമ്മൾ വീട്ടിലെത്തി കേട്ടോ.